മിഷൻ 1 റുപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദിച്ചോണ്ട് അതാണ് മിഷൻ 1 റുപ്പിയുടെ. സുഹൃത്തുക്കളെ, നമ്മളെ റനീഷും നിജിനുമാണ് നമ്മളെ മുമ്പിൽ ഇപ്പൊ എത്തിയിട്ടുള്ളത്. റനീഷിനും നിജിനും നിങ്ങൾക്ക് അറിയാവോ, കാരണം ഒരു വർഷം മുമ്പ് ഇവര് അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് യാത്ര തിരിച്ച ആളുകളാണ്. അമ്പലവയലിന് യാത്ര തിരിച്ച് 5 ഡിസ്ട്രിക്റ്റോളം കവർ ചെയ്തിട്ട് ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ചെമ്മാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഇവര് എത്തിയിട്ടുള്ളത്. അല്ലെ, ചെമ്മാട് ഇന്ന് എപ്പോഴും എത്തിയത് ഇങ്ങോട്ട്? ചെമ്മാട് വൈകുന്നേരം എത്തിയിട്ടുണ്ട് അല്ലെ. പിന്നെ മോർണിംഗ് സ്റ്റാർട്ടിംഗ് ആണ് ഏകദേശം ഇവിടുന്ന് അല്ലെ. ഓക്കെ. പിന്നെ ഇവര് ഒരു വർഷം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർക്ക് ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇവർ ഇറങ്ങിയിട്ടുള്ളത്. ആ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് ഇതിൽ വ്യക്തമായിട്ട് ഇതിന്റെ സൈഡിലെ ബോർഡ് കണ്ടാല്, ഇതിന്റെ ഫ്രണ്ടിൽ കണ്ടാൽ ഇത് വായിച്ചാൽ ഇവരെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട 5 പേർക്ക്, ഒന്നുമല്ല രണ്ടുമല്ല 5 പേർക്കുള്ള വീട് വെച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ച് മാത്രമാണ് ഇവര് അമ്പലവയലിന് ഇതുവരെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഏകദേശം ഇതുവരെ വന്നിട്ടുള്ള നിങ്ങളൊരു അഭിപ്രായം അനുസരിച്ച് എന്താണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും? നല്ല അടിപൊളിയാണ്. ആ അടിപൊളിന്റെ ഭാഗമായിട്ട് എല്ലാവരോടും കുറഞ്ഞത് 1 രൂപ ചോദിക്കുമ്പോൾ പല തുള്ളികൾ തന്നിട്ട് ഞങ്ങള് നമ്മുടെ നാട്ടില് വയനാട് സുൽത്താൻബത്തേരി അമ്പലവയലില് കാരാപ്പാട് ഡാമിന്റെ സ്ഥലത്ത് ഞങ്ങൾ ഒരു 22 സെന്റ് സ്ഥലവും വാങ്ങി അവിടെ ഓരോ വർക്കുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആൾക്കാർ നമ്മുടെ ആശയങ്ങളെ നല്ല രീതിയിൽ തന്നെ സ്വാഗതം ചെയ്യുന്നു, അവർ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. 3 ജില്ല കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ എല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നിങ്ങളും. അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ റിനീഷ് പറഞ്ഞ പോലെ തന്നെ ചെമ്മാട് എത്തിയപ്പോ, ചെമ്മാട് ഇവരെ കുറിച്ചിട്ട് എനിക്കിതിന് മുമ്പ് വീഡിയോ യൂട്യൂബിൽ ഇതിലൊക്കെ വന്നിട്ടുണ്ടെന്ന് എന്റെ സുഹൃത്ത് റാഫി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. അപ്പൊ എനിക്കും തോന്നി, കാരണം ഇവർ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ ഒരു ഉദ്ദേശം വെച്ച് ആണ് വന്നതല്ലോ, അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ കഴിയാവുന്ന ഒരു സഹായം കൊടുക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് ഞാൻ അവരെ എന്റെ സ്ഥാപനത്തിന്റെ ഫ്രണ്ടിലോട്ട് വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഇന്ന് ഇവിടുന്ന് ഞാൻ ചെയ്യാന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇന്ന് എന്റെ ഭാഗം നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് ഇവര് ഇന്ന് ഇവിടുന്ന് പറഞ്ഞു വിടുള്ളൂ. കാരണം ഇവര് ആക്സിഡന്റ് കൊടുത്ത ചീറിപ്പായതിന് ഒരു വണ്ടിയും കൊണ്ടല്ല ഇവർ ഇറങ്ങിയിട്ടുള്ളത്. ഇവര് വന്നിട്ടുള്ളത് 2 സൈക്കിളുകൾ തമ്മിൽ ജോയിന്റ് ചെയ്തിട്ട് അത് ചവിട്ടിയിട്ടാണ് ഈ 5 ജില്ലയും കടന്നിട്ട് ഏകദേശം ചെമ്മാട് എത്തിയിട്ടുള്ളത്. ഇവരെ ഉദ്ദേശം ഇനി ഒരു വർഷം കൂടി എടുക്കൂല.